ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇപ്പോൾ മകരജ്യോതി ദർശനത്തിനായുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ദീപാരാധന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. അത് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതിനൊപ്പം പൊന്നമ്പലമേട്ടിൽ കിഴക്കുഭാഗത്ത് തെളിയുന്ന മകരജ്യോതി ദർശനം ഏറ്റവും പുണ്യമായ നിമിഷമെന്ന് ഓരോ അയ്യപ്പ ഭക്തനും കാണുന്ന സമയമാണ്. നമുക്കറിയാം 18 മല കയറിയാൽ ഗുരുസ്വാമിയാകുമെന്നാണ് ഐതിഹ്യം. അത്തരത്തിൽ എത്രയോ മല വളരെ ചെറിയ കാലം മുതൽ ചെറുപ്പം മുതൽ തന്നെ മല കയറുന്നവർ ഇപ്പോഴും ഒന്ന് എണീറ്റ് നടക്കാനാകുമെങ്കിൽ ശബരിമലയിലേക്ക് എത്തുന്ന എത്രയോ വലിയ അയ്യപ്പ ഭക്തന്മാരടക്കം കന്നിമല കയറുന്ന നിരവധി ആളുകൾ അവിടെയുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെയൊക്കെ വലിയ ആഗ്രഹമായിരിക്കും ഈ മകരജ്യോതി സമയത്ത് അയ്യപ്പനെ ഒന്ന് കാണുക, ഒന്ന് കണ്ടു തൊഴുക എന്നുള്ളത്. അത്രത്തോളം വലിയ മുഹൂർത്തമായി കരുതുന്നു, വളരെ പ്രാധാന്യമുള്ളൊരു നിമിഷമായി കരുതുന്ന സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 6:30 ദീപാരാധന നടക്കും. അതുകൊണ്ട് തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. കർപ്പൂരാഴി ദൃശ്യങ്ങളിൽ കാണാം. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18 സംഘം. ഇപ്പോൾ പലയിടത്തായി എവിടെ നിന്നൊക്കെ മകരജ്യോതി ദർശിക്കാമോ അവിടെയെല്ലാം കയറി നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ മകരജ്യോതി ദർശനത്തിന് തയ്യാറെടുക്കുന്ന ഭക്തരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരെ കാണാം. പൊന്നമ്പലമേട്ടിലെ വലിയ ആ മുഹൂർത്തത്തിലേക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദീപാരാധന കഴിഞ്ഞയുടൻ 3 തവണ ജ്യോതി തെളിയുന്ന ആ കാഴ്ച കാണാൻ, അതിലേക്കെത്താൻ കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. വിവിധയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. 2-3 ദിവസമായി പർണശാല കെട്ടിയുള്ള കാത്തിരിപ്പ്. വിവിധയിടങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന സ്വാമിമാരെ നമ്മൾ അവിടെ കാണുന്നു. നിരവധി ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. ഐതിഹ്യങ്ങൾ പലതാണ്. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീ വിനോദ് കുമാർ അടക്കം പറഞ്ഞതുപോലെ പലയിടത്തും വിശ്വാസങ്ങൾ പലതാണ്. പക്ഷേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഒറ്റ മന്ത്രം, അത് മാത്രമാണ് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ചുണ്ടുകളിലുള്ളത്. ഒരേ ഒരു ശബ്ദമാണ് അവിടെ ഉയരുന്നത്, ഈ മന്ത്രം മാത്രമാണ് അവിടെ ഉയരുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് കടക്കുന്നു. അവിടെ പോലീസിന്റെയും സർക്കാരിന്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ ഏകോപനം നമ്മൾ ഇത്തവണത്തെ മണ്ഡലകാലത്ത് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സന്നിധാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നമുക്ക് ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ കന്നിക്കാരനാണ് എന്ന് പറയുന്നു. അതുപോലെ ഒരുപാട് അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ണെങ്കിലും VK ശ്രീകണ്ഠൻ MP-യുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ പെട്ടെന്ന് അടുത്ത തവണ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഞാനും വരാമെന്നുള്ള ഇതിൽ തീരുമാനമെടുത്തതാണെന്ന് പറയും. ഇതുപോലെ ഓരോരുത്തരും എത്രയോ വർഷങ്ങളായി വരുന്നവരുണ്ടാകാം ശബരിമലയിൽ. അതുപോലെ തന്നെ അവർ പറഞ്ഞ് കേട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ശബരിമലയിലേക്ക് എത്തുന്നവരുണ്ടാകാം. വിശ്വാസികൾ മാത്രമല്ല ശബരിമലയിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. ശബരിമലയുടെ ഭൂപ്രകൃതി എത്രത്തോളം മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ഈ ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുടെ പുലരികളും ശബരിമലയുടെ സന്ധ്യയും ശബരിമലയുടെ രാത്രിയും എല്ലാം അതിമനോഹരമാണ് എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അവിടെ തൊഴുന്നതിനും അവിടെയുള്ള മറ്റ് ചടങ്ങുകൾക്കും ആചാരമുണ്ട്. അവിടെ മറ്റ് ആചാരക്രമങ്ങളുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തി അയ്യപ്പനെ കണ്ട് മടങ്ങുക എന്നുള്ളതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരജ്യോതി ദർശനം എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്ന ഭക്തർക്കായി നിരവധി സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും ആളുകൾ 2.5 ലക്ഷത്തോളം ഭക്തർ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അത്രയും ആളുകൾ ഒരിടത്ത് ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും കഴിഞ്ഞു, ദേവസ്വം ബോർഡിനടക്കം കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിലിനി ഓരോ ഭക്തനും മലയിറങ്ങുന്നത് വരെ അവർ സുരക്ഷിതമാണെന്ന ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസും കൈമയും മറന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്.